അപ്പോഴേ നമ്മുടെ ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ. ഇന്നൊന്നും മേടിച്ചില്ല, ഉള്ളത് കൊണ്ട് ഒപ്പിച്ച്. അപ്പോൾ ഉള്ളത് ഒപ്പിക്കണമെന്ന് വെച്ചാൽ മീനൊന്നും കിട്ടാത്തപ്പോഴുള്ള പരിപാടി എന്താണെന്നാ, മുട്ട ഉണ്ടാവും. മുട്ട ഉരുളക്കിഴങ്ങും കൂടി കറി വെക്കണ ഒരു പരിപാടിയുണ്ട്, അതാണ് കേട്ടോ വെച്ചേക്കണത്. പിന്നെ മത്തി വറുത്തതാണ്. പിന്നെ ഇന്നലത്തെ ചാറ്, ഇത് മത്തി ഇന്നലെ ഉപ്പ് പുരട്ടി വെച്ചാണ്. പിന്നെ പൊന്നച്ചാറ് ഇട്ടിട്ടാ, അതിൻ്റെ ബാക്കിയാണ് കുപ്പിയിൽ നിറച്ച് ബാക്കിയുള്ളതാണ് പൊന്നച്ചാറ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോഴേ ഇന്ന് കറിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3-4 താറാമുട്ടയും 2 ഉരുളക്കിഴങ്ങും കൂടി കറിയൊക്കെയാണ്. ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കറിയാക്കാൻ പോവാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഇട്ട് വഴറ്റാം. എൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ചോറിന് കറി ഇങ്ങനെയാണ് കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങിയിട്ട് കറി വെക്കും, അല്ലെങ്കിൽ മുട്ട തിളപ്പിക്കും. ഇങ്ങനത്തെ കറികളൊക്കെ സൂത്രക്കറികളൊക്കെയാണ് എൻ്റെ ഇടയ്ക്ക്. ഇതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വാടട്ടെ. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളങ്ങാട് ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, അല്പം മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടികളൊക്കെ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, താറാവ് മുട്ടയുടെ ഉരുളക്കിഴങ്ങും ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇടേണ്ടത്. അപ്പോൾ പൊടികൾ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അല്പം ചാറേ ഞാൻ വെക്കുന്നുള്ളൂ, കാരണം ചോറിന് ചാറ് കൂട്ടിയത് ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പോൾ ഇത് നമുക്ക് അധികം ചാറ് വേണ്ട. പിന്നെ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ വെന്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ചാറിൻ്റെ ആവശ്യം അധികം ഇല്ല. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു തക്കാളിയാണ്, ചെറിയൊരു തക്കാളി 4 കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ. ചാറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് 2ആയിട്ട് ഒന്ന് പൊളന്നിട്ടുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ഇതിൽ പിടിക്കണമല്ലോ, അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങാണ്, അത് പുഴുങ്ങി കട്ട് ചെയ്തതാണ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാറുണ്ട്, അപ്പോൾ അത് കാരണം ചാറ് ഞാൻ അധികം വെക്കുന്നില്ല. ഇനി ഇതിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉരുളക്കിഴങ്ങും ഈ മുട്ടയൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് റെഡി ആവണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഒന്ന് റെഡി ആവട്ടെ. നമുക്ക് കറി നോക്കാട്ടോ. ചാറൊക്കെ വറ്റി ഇത്ര വേണം. ഇതുണ്ടാ ചാറ് അല്പം പോലും ഇല്ല, നല്ലതുണ്ടാ. കഴിക്കാൻ മാത്രമുള്ള ഒന്ന് മുക്കി കഴിക്കണ്ടേ, അതിനുള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ കറി ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പില ഇല്ല കേട്ടോ. വേപ്പില ഇത്തിരി ഇട്ടാൽ നല്ലതാണ്, വേപ്പില ഇല്ല. അങ്ങനെ ഞങ്ങളുടെ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കറിക്ക് എന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ പുരട്ടി വെച്ച ചാളയാണ് കേട്ടോ. പച്ചക്കാന്താരിയും പച്ചക്കുരുമുളകൊക്കെ അരച്ച് റെഡിയാക്കിയ ചാളയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു വറുക്കാൻ. അപ്പോൾ അതും കൂടി ഇന്ന് വറുത്തെടുക്കാം. അപ്പോൾ കഴിക്കാം. ഇപ്പോൾ മുട്ട ഞാൻ 2 പിളന്ന് ഇട്ടേക്കണേ കേട്ടോ, താറാമുട്ട കേട്ടോ. ഇപ്പോൾ 2 കഷ്ണം മുട്ട എടുക്കാം. 2 കഷ്ണം മുട്ടയെന്ന് പറയുമ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ. ഇനി ഇതിന് പൊങ്കാലയിടല്ലേ കേട്ടാരും. ഉരുളക്കിഴങ്ങുണ്ട് 1 കഷ്ണം. അപ്പോൾ ചാറുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഗ്രേവി ഇങ്ങനെ ഇതാക്കി കുറിക്കാൻ എടുത്തേക്കണത്. പിന്നെ മത്തി വറുത്തതാണ്,
അത് രണ്ടെണ്ണം എടുക്കട്ടെ. ഇത് പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. പിന്നെ ഇന്നലത്തെ ചാറുണ്ട് കേട്ടോ, കുറുക്കൻ ചാറെന്ന് പറഞ്ഞപ്പോൾ ആരോ കമൻ്റ് ഇട്ട്, കുറുക്കൻ എന്നല്ല കുറുകിയ ചാറെന്ന് പറയണം. നമ്മളൊക്കെ ആർട്ടിഫിഷ്യലല്ല കേട്ടോ, നാച്ചുറലായിട്ടാണ് പറയണത്. നാടൻ ഭാഷ, നമ്മുടെ നാടൻ ഭാഷയിലാണ് സംസാരിക്കണേ കേട്ടോ. അതായത് ഉണ്ടാക്കി പറയലൊന്നുമില്ല, അപ്പം വായി കിട്ടുന്നത് പറയും. അതാണ് നമ്മുടെ രീതി കേട്ടോ. ആരും പരിഹസിക്കരുതെന്ന് പ്ലീസ്. പിന്നെ നാരങ്ങാച്ചാറാണ്, ഒരു കഷ്ണം നാരങ്ങാച്ചാർ എടുക്കാം. അപ്പോൾ തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്യാം, ബട്ട് പരിഹസിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. പിന്നത്തെ ഒരു കമൻറ്റ്, ഞാൻ കഴിക്കുമ്പോൾ ടേസ്റ്റാണെന്ന് പറയും. ചേച്ചി ഉണ്ടാക്കിയിട്ടും ചേച്ചി തന്നെ ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. വേറെ ആരും കൂടെ കഴിക്കാനില്ല. അപ്പോൾ ടേസ്റ്റുള്ളത് ടേസ്റ്റാണെന്ന് പറയണ്ടേ. ടേസ്റ്റാക്കിയാണ് ഞാൻ വെക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഇടിയും ചോട്ടൊക്കെ കിട്ടും. അതുകൊണ്ട് ടേസ്റ്റ് തന്നെയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മത്തി വറുത്തത്, അതും ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൊന്നച്ചാറ്, അതും ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾ നമ്മുടെ എന്താണ് ഡെയ്സി എബ്രഹാം, ആ ചേച്ചിക്ക് വലിയൊരു ഹായ്, ഒരു ഉമ്മ. അപ്പോൾ എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.